പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി പി വിജീഷ്, വടിവാൾ സലീം, പ്രദീപ് എന്നീ ആദ്യ 6 പ്രതികൾക്കെതിരെയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇവർ കുറ്റക്കാരാണെന്ന് കോടതി പറയുന്നു. 6 പേർക്കെതിരെയും ബലാത്സംഗത്തിനാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. നേരിട്ട് പങ്കെടുത്ത 6 പേർ കുറ്റക്കാരാണെന്നുള്ള ആദ്യ വിധി വന്നിരിക്കുകയാണ് കോടതിയിൽ നിന്ന്. എന്തായാലും ദിലീപ് ഈ കേസിൽ പ്രതിയാണോ? ദിലീപിനുള്ള വിധി എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ ഒരു ആകാംക്ഷ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഒരുപക്ഷെ രാജ്യം ഉറ്റുനോക്കുന്നത്. 6ാം പ്രതി, ആദ്യത്തെ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ബലാത്സംഗ കുറ്റം 6 പേർക്കെതിരെ ബലാത്സംഗം കുറ്റം. ദിലീപ് 8ാം പ്രതിയാണ്. ഏറ്റവും പ്രധാനമായ വാർത്തയിലേക്ക്, ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ട് കോടതിയുടെ നിരീക്ഷണത്തിലേക്ക് വരുന്നു. ഗൂഢാലോചനയ്ക്ക് തെളിവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, ഒരു പക്ഷേ ഈ അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് നിരാശയാണ്. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. 8ാം പ്രതി കുറ്റാരോപിതനായ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. തെളിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. ആദ്യ 6 പ്രതികൾക്ക് മാത്രം. ഒരുപക്ഷെ നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ്. അതിജീവിതയ്ക്ക് വേണ്ടി വാദിച്ചവർക്ക് നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ്. ആദ്യ 6 പ്രതികൾ മാത്രം കുറ്റക്കാരൻ. ബലാത്സംഗം തെളിഞ്ഞിരിക്കുന്നു. ബലാത്സംഗത്തിന്റെ ഗൂഢാലോചന കുറ്റം ദിലീപിന് മേലില്ല. ദിലീപ് കുറ്റക്കാരനല്ല. ആദ്യ 6 പ്രതികൾ മാത്രം കുറ്റക്കാരെന്ന് എറണാകുളം സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു. ജഡ്ജി ഹണിയം വർഗീസാണ് ഇപ്പോൾ ശിക്ഷാവിധി പറയുന്നത്. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല.